ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് പുരോഗമിക്കുന്നത്. 43 അസംബ്ലി സീറ്റുകളിലേക്കാണ് ഇന്ന്, അതായത് ആദ്യഘട്ടത്തിൽ മത്സരം. വൈകിട്ട് 5 മണി വരെയാണ് അവിടെ പോളിംഗ്. സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ ജാഗ്രത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമാക്കി പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജീകരിച്ചതും അപ്രകാരമാണ്. കഴിഞ്ഞ ദിവസമേ അത് പറഞ്ഞിരുന്നു. ഗൗതം അനന്തനാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, എങ്ങനെ പുരോഗമിക്കുന്നു ജാർഖണ്ഡിലെ വോട്ടെടുപ്പ്? ജാർഖണ്ഡിലെ 43 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വളരെ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ എത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാജ്യസഭ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് രാവിലെ തന്നെ റാഞ്ചിയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഒഡീഷ ഗവർണർ രഘുബർ ദാസ് അദ്ദേഹം ജാർഖണ്ഡിലെ മുഴുവൻ ജനങ്ങളോടും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ്. അടുത്ത കാലത്താണ് ഒഡീഷയുടെ ഗവർണറായി പോയത്. അങ്ങനെ പ്രമുഖ വ്യക്തികളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യുവാനുള്ള അഭ്യർത്ഥന ജനങ്ങളോട് നടത്തുന്നു. ഒപ്പം പോളിംഗ് ബൂത്തിലേക്ക് പ്രമുഖർ തന്നെ രാവിലെ എത്തി വോട്ട് ചെയ്ത് മാതൃകയാകുന്ന കാഴ്ചയെ നമുക്ക് ജാർഖണ്ഡിൽ കാണാം. മുൻകാലഘട്ടങ്ങളിൽ വളരെയധികം അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നടത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പക്ഷേ നിലവിൽ വളരെ സമാധാനപരമായാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. വളരെ സംഘർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്ത് മികച്ച രീതിയിൽ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടെടുപ്പ് നടത്തുവാൻ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിച്ചിരുന്നു. ആ നേട്ടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ജാർഖണ്ഡ് പോലെ മുൻപ് വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിലനിന്നൊരു സംസ്ഥാനത്തും വളരെ ശാന്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപ് വരെ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ 43 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യത്തിന് ഗുണം ചെയ്ത സീറ്റുകളാണ്. കഴിഞ്ഞ തവണത്തെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ നില നോക്കിക്കഴിഞ്ഞാൽ 43-ൽ 25 സീറ്റുകളിൽ JMM കോൺഗ്രസ് സഖ്യം വിജയിച്ചിരുന്നു. BJPക്ക് 13 സീറ്റുകൾ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ വോട്ടിംഗ് നടക്കുന്ന സീറ്റുകളിൽ ലഭിച്ചത്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇത്തവണ ഒരു തിരിച്ചുവരവിനുള്ള എല്ലാ ശ്രമവും BJP അവിടെ നടത്തുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ അഭിപ്രായ സർവേകളും എല്ലാം ജാർഖണ്ഡിൽ BJPക്ക് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിനാൽ ഇന്നത്തെ ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 43 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും മേൽക്കൈ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി ഗൗതം.